എല്ലാവർക്കും നമസ്കാരം. ഐസ്റ്റാർട്ടിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Two of Cups, World card, Ten of Pentacles, Magician, Chariot, and last card വന്നിട്ട് Empress Energy. വളരെ നല്ല സുന്ദരമായിട്ടുള്ളൊരു മാസമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ടു ഓഫ് കപ്സ് ആൻഡ് ചാരിയറ്റ് എനർജിയാണ്. ഈ മാസം പലരെ സംബന്ധിച്ചിടത്തോളം വിവാഹം, വിവാഹ നിശ്ചയം, ഉറപ്പിക്കൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഒത്തിരി സന്തോഷം തരുന്ന മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ബന്ധങ്ങളിൽ സംതൃപ്തിയും സന്തോഷവും അനിവാര്യതയൊക്കെ ലഭിക്കുന്ന ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ചൊരു ബഹുമാനമൊക്കെ ലഭിക്കുന്ന സാഹചര്യമാണ്. വിവാഹം നടന്നിട്ടില്ലാത്തവരെ സംബന്ധിച്ച് വിവാഹം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം അതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നതാവാം. ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്നത്, വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കുന്നതും അതുപോലുള്ള കാര്യങ്ങൾ, അതിനുശേഷം വിവാഹവും ഒക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യത്തിലേക്ക് കടക്കുന്നതായിരിക്കും വരുന്ന മാസങ്ങളിലൊക്കെ. അത് ഒന്ന്. അതേപോലെ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്നത്ര ആ ഒരു ബന്ധത്തിൽ വേണ്ടത്ര റെസ്പെക്റ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, നിങ്ങളിലുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു സംഭാഷണങ്ങളും കാര്യങ്ങളും, അതായത് ഫാമിലിയിൽ നിങ്ങൾക്ക് ഉള്ള വില അവർ കൽപ്പിച്ച് തരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അങ്ങനെ ബന്ധത്തിലൊരു ഊഷ്മളത ഉണ്ടാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്കൊരു വാല്യൂ, ഒരു ബഹുമാനവും റെസ്പെക്റ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ അന്തരീക്ഷത്തിൽ സംതൃപ്തി നൽകുന്ന മാസമാണ്. അതേപോലെ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ കുറച്ചധികം നാളായിട്ട് നിങ്ങളൊരു വാഹനം സ്വന്തമാക്കണമെന്ന് ശ്രമിക്കുന്നുണ്ടാവും. അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നുണ്ട്. ഒന്നുകിൽ വാഹനം ബുക്ക് ചെയ്യുന്നതായിരിക്കും ഈ മാസം, അല്ലെങ്കിൽ ബുക്ക് ചെയ്ത വാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. വാഹനം വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലോണിനൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ സാധ്യതകൾ, അതുമായിട്ട് ബന്ധപ്പെടുത്തി ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യത്തിൽ ഒരു നീക്കുപോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിലൊരു സംതൃപ്തി നൽകുന്ന ഒരു സമയം തന്നെ കാണാം. അതേപോലെ വേൾഡ് കാർഡ് ആൻഡ് മജീഷ്യൻ എനർജിയാണ് ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് കാർഡാണ് നിങ്ങളപ്പോൾ ഒരേ സമയം പുതിയൊരു തുടക്കവും പര്യവസാനവും സൃഷ്ടിക്കുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഒത്തിരി നാളായിട്ട് അത് അവസാനിക്കണം, അത് തീർക്കണം, പൂർണ്ണമാക്കണം, കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇരുന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ കംപ്ലീഷൻ ഫേസിലേക്ക് എത്തുകയാണ്. അപ്പോൾ ജോലിയിലൊക്കെ ആണെങ്കിൽ പുതിയ പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്, അപ്പോൾ പഴയ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പുതിയതിലേക്ക് കടക്കണം എന്നൊക്കെ ചിന്തയുള്ളവർ പഴയത് കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യമൊക്കെ അത് പൂർത്തിയാക്കുന്ന സാഹചര്യം കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ജോലി സംബന്ധമായിട്ടല്ല എങ്കിൽ കൂടിയും തീർക്കാനുള്ള ചില ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിലാണെങ്കിലും തീർക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിലൊരു സംതൃപ്തിയും സന്തോഷമൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ചില ബന്ധങ്ങളും, അപ്പോൾ നമ്മൾ ബന്ധനങ്ങളാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്ന പോലെ ബന്ധങ്ങൾ സന്തോഷം തരുന്ന സൗഹൃദങ്ങൾ, അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഒരു പേഴ്സണൽ ലൈഫിൽ സംതൃപ്തി തരുന്ന കാര്യങ്ങളായിരിക്കണം. അത് നമ്മളുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലൊരു സമാധാനമില്ല ചില ബന്ധങ്ങൾ കാരണം എങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ തുടർന്ന് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ പുതിയ തുടക്കങ്ങളാണ് ജീവിതത്തിൽ. അപ്പോൾ പഴയ ചില ബന്ധങ്ങളൊക്കെ ഒഴിവാക്കിയത്, ചില ആളുകൾക്ക് ലിറ്ററലി ഒഴിവാക്കിയെന്ന് തന്നെ പറയാം. അതായത് ബന്ധം വേർപെടുത്തി, ബന്ധം ഒഴിവാക്കി പുതിയ ചില ബന്ധങ്ങളിലേക്ക് പോകുന്ന ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹബന്ധത്തിൽ ഓൾറെഡി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വിവാഹബന്ധം വേർപെടുത്താമെന്നുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അത് വേർപെടുത്തിയ ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നതാവാം. വിവാഹബന്ധം ഓൾറെഡി വേർപെടുത്തി നിൽക്കുന്നവർക്ക് പുതിയ ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
മാരേജ് ചില ആളുകൾ പ്രായമായിട്ടുള്ള ആളുകളെ ഇപ്പോൾ മക്കളൊക്കെ ഉള്ള അതായത് മക്കളൊക്കെ ജോലി ചെയ്യുന്ന മക്കളോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ട് കൊച്ചുമക്കളുള്ള ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും ചില വിവാഹാലോചനകൾ കാര്യങ്ങൾ നിങ്ങളുടെ പ്രായം ആ ഒരു പ്രായത്തിൽ നിങ്ങൾക്കൊരു തുണ എന്നുള്ളൊരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ളവരും ഒരു വിവാഹത്തിലേക്ക് പോകാനുള്ള ചാൻസും കാണിക്കുന്നുണ്ട്. മക്കളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ നെഗറ്റീവ് എനർജീസ് ഒന്നുമില്ല. ഒത്തിരി സന്തോഷമുള്ള മാസമാണ്. പൊതുവേ മക്കൾക്കൊന്നും താല്പര്യം ഇല്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ടൊരു വിവാഹം ആയിരിക്കാം ഇവിടെ വരാൻ സാധ്യത സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസും ചെറിയ എനർജിയാണ്. കുടുംബത്തിലൊരു ഒത്തുകൂടൽ, എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഫാമിലിയിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു തൃപ്തിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വളരെയധികം ഒരു പോസിറ്റീവ് എനർജി ഫാമിലിയിൽ മൊത്തത്തിൽ കാണിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്നുണ്ടാവും കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേർക്കാനായിട്ട്. ആ ഒരു ഒത്തുചേരൽ ജീവിതത്തിൽ സന്തോഷം തരുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് കാണിക്കുന്നു. അതേപോലെ ലൈഫിൽ പല കാര്യങ്ങളിലും പല പരാജയങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർ പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു മാസം സൂചിപ്പിക്കുക. പുതിയ ജോലിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ ഉള്ള ജോലി കളഞ്ഞ് പുതിയ ജോലിയിലേക്ക് പോകാനുള്ള ഒരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫ് മൊത്തത്തിൽ മറിയുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതം പാടെ മറിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയമാണ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി, പഴയ ജോലി ക്വിറ്റ് ചെയ്തിട്ട് പുതിയ ജോലിയിലേക്ക് പോകാനുള്ള അവസരം ഈ ഒരു മാസത്തിലുണ്ട്. അപ്പോൾ ജോലിയൊക്കെ മാറാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പുതിയ ജോലിക്കുള്ള ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ പുതിയ ജോലി കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയമാണ്. പിന്നെ നിങ്ങളിപ്പോൾ സ്ഥലം മാറാൻ ആഗ്രഹിക്കും. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്താണ്, അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി പുതിയ ജോലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. വേൾഡ് കാർഡ് ആൻഡ് എംപ്രസ് എനർജിയാണ്. അപ്പോൾ ഒരു തൃപ്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. അതേപോലെ തന്നെ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു യാത്ര എന്നുള്ള രീതിയിലല്ല. ചില ആളുകൾ നിങ്ങൾ ദീർഘയാത്രയാണ്, ഒത്തിരി ദൂരെ യാത്രയാവാം, അല്ലെങ്കിൽ പല രാജ്യങ്ങൾ കടന്നു പോകുന്ന, പല രാജ്യങ്ങൾ കണ്ട് ഒക്കെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പോസിറ്റീവ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നു. പ്രഗ്നൻസി സിറ്റുവേഷൻ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ഒത്തിരി യാത്രകൾ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെയുള്ള യാത്രകളാണ്. ഇപ്പോൾ ആ യാത്രകൾ ചെറിയ രീതിയിലായ യാത്രയുടേതായിട്ടുള്ള ക്ഷീണം ഉണ്ടെന്ന് ഒഴിച്ചാൽ ഒത്തിരി സന്തോഷം തരുന്ന യാത്രകളായിരിക്കും. പുതിയ അനുഭവങ്ങൾ ജീവിതത്തിൽ, പുതിയ ആളുകളെ കാണുക, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സന്തോഷം, സംതൃപ്തി തരുന്ന കാര്യമായിട്ട് കാണുന്നു. ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ പലതും, ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒഴുകാൻ തുടങ്ങുന്നു നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു സന്തോഷമാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളോട് ഒത്തിരി ലാളനയും ഒത്തിരി കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു അമിതമായിട്ടുള്ള രീതിയിലേക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാകും. അല്ലാതെ പക്ഷം കുട്ടികളൊക്കെ ഒത്തിരി ഫാമിലിയിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ ഒത്തിരി ഹാപ്പി ആയിരിക്കും. ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എല്ലാ കാര്യങ്ങളും അവരുടെ ഇഷ്ടത്തിനായിരിക്കില്ല നടക്കുന്നത്. നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള രീതിയിലേക്ക് പോവുക. പലപ്പോഴും പ്രശ്നങ്ങൾ, വഴക്കുകളൊക്കെ നിലനിൽക്കുന്ന ഫാമിലി പൊതുവേ ഈ ഒരു മാസം വളരെ ശാന്തമായിട്ട് എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫാമിലിയിൽ വിദേശത്തുള്ള ആളുകളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അവരെ കാണാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് എക്കണോമിക് ഒരു റിസ്ക് ഉള്ള രാജ്യത്തേക്ക് സഞ്ചരിക്കാൻ, ഇപ്പോൾ എന്തെങ്കിലും യുദ്ധമോ കാര്യങ്ങളോ സിവിൽ വാറൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ട്രാവൽ കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള യാത്രകളൊക്കെ ഉണ്ടാകുമ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി ചെയ്തു പോയാൽ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് പിന്നീട് ഒത്തിരി നിങ്ങൾ കാലതാമസം ഉണ്ടാക്കുന്ന
വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.